ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇന്നൊരു കിടുക്കാച്ചി റെസിപ്പി ആയിട്ട് വന്നേക്കുന്നത് റെഡ് വെൽവെറ്റ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ഉണ്ടാക്കുന്നതെന്നല്ലേ? വാ നമുക്ക് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, സുഖമല്ലേ എല്ലാവർക്കും? ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ട് പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെഡ് വെൽവെറ്റ് ആണ്. റെഡ് വെൽവെറ്റിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ 1.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ അല്ലെ മൈദ എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് ഐസിങ് ഷുഗർ, ഇത് കേക്കിനും മറ്റേ ക്രീമിനും വേണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ 3 മുട്ട, റൂം ടെമ്പറേച്ചറിലിരിക്കുന്ന ബട്ടർ, ഒരു 1/2 ഗ്ലാസ് ഗുഡ്ഡയുടെ മിൽക്കാണ്. പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ 1/4 സ്പൂണ്. പിന്നെ ഇതിന് മെയിനായിട്ട് വേണ്ടത് കളറാണ്. ഞാൻ റാസ്ബെറി റെഡാണ് എടുത്തേക്കുന്നത്. ഒരു ചെറിയ വേരിയേഷൻ ഉണ്ടാവും, റാസ്ബെറി റെഡാണ് നല്ല കളറ്. പിന്നെ വെനില എസൻസ് ഒരു 2 സ്പൂൺ. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ എടുത്ത് വെച്ച ബട്ടർ ഇട്ട് കൊടുക്കാം. ഓക്കെ, ബട്ടറിൻ്റെ കൂടെ ഒരു പകുതി കപ്പ്, 1/2 കപ്പ് ഐസിങ് ഷുഗർ ഇട്ടു. നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. രണ്ടും കൂടെ അരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. ഓക്കെ, ആദ്യം നമുക്ക് 2 എണ്ണം പൊട്ടിച്ച് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇതും കൂടെ ബീറ്റ് ചെയ്തെടുക്കാം. നല്ലതായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നല്ലൊരു ബീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ ഇട്ട് കൊടുക്കാം. ഗൈസ്, നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്ലോർ പകുതി ഇട്ട് കൊടുക്കാം. നൈസ് ആൻഡ് ഈസി ആയിട്ട് പകുതി ഫ്ലോർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പകുതി ഫ്ലോർ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പകുതി ഫ്ലോറും കൂടെ മിക്സ് ആക്കിയെടുക്കാം. ഇട്ട് കൊടുക്കാം. മൊത്തം ഫ്ലോർ ഇട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിതിലേക്ക് 2 ഞുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പകുതി പാല് ഒഴിച്ചു കൊടുക്കാം. ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പകുതി പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന
1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് ഇളക്കിയെടുത്തിട്ട് ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നമ്മുടെ ബാറ്റർ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേക്കിൻ്റെ. നമുക്കിതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് റാസ്ബെറി റെഡ് ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 സ്പൂണോളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല കളറും ടെക്സ്ചറായിട്ട് കൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതായിട്ട്. ഫ്രണ്ട്സ്, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ബേക്ക് ചെയ്തെടുക്കാം. നമുക്കിങ്ങനെ ഒരു ബേക്കിംഗ് പാൻ എടുത്തിട്ട് ഞാനിപ്പോൾ ഓയിൽ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതിനടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇങ്ങനെയായിട്ട് വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിൽ ഒഴിച്ചെടുക്കാം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, ഞാൻ നമ്മുടെ ഇത് ബേക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൂട് ഉപ്പിൻ്റെ കൂടെ ഒരു 2 കൈ കടൽ മണൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഹീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ആ കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് ഒഴിച്ചിട്ട് ഇതിലെടുത്ത് വെക്കാം. നോക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ എടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആവശ്യമായ ഇതിൽ അളവിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ ഒരു കേക്കിൻ്റെ ഇതിന് വേണ്ടിയുള്ള അളവുണ്ട്. ഇത് ഞാനിത് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇങ്ങനൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇത് എയർ ബബിൾ എല്ലാം പോകാൻ വേണ്ടി നമുക്കിങ്ങനെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, കുക്കർ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ വെച്ച് കൊടുക്കാം. കേക്കിൻ്റെ ബാറ്റർ വെക്കുന്നത് നമ്മൾ നല്ലതായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് അതിൻ്റെ എയർ ഫ്ലോ എല്ലാം കളയണം. ഇതാ കേക്കിൻ്റെ ബാറ്റർ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിൽ വെച്ച് കൊടുത്തു. ഇനി നമുക്കൊരു മൂടി വെച്ച് 35 മിനിറ്റ് വേവിക്കണം. ഓക്കെ, നമുക്കൊരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ജസ്റ്റ് പൊക്കി നോക്കാം. ഓക്കെ, നമ്മുടെ കേക്ക് ഇപ്പോൾ കറക്റ്റ് 40 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. ജസ്റ്റ് നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് ഒന്ന് ഇതിൽ കുത്തി നോക്കാം. നോക്കുക ഗൈസ്, ഒന്നും ഇതിൽ കൊളുത്തുന്നില്ല. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് ഒന്ന് തണുക്കാൻ വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒരു നൈഫ് വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുത്ത് ഇതൊന്ന് തിരിച്ചിട്ട് തട്ടി കൊടുക്കാം. ഓക്കെ, കേക്ക് റെഡി ആയിട്ടുണ്ട്. സെറ്റപ്പ് കേക്കാണ്. നമുക്കിതൊന്ന് ഇനി കട്ട് ചെയ്തെടുത്ത് സ്ലൈസ് ചെയ്ത് വെക്കാം. ചെറിയ കേക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വലുതാക്കാം. ഓക്കെ, നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ പീസ് എടുത്ത് പൊടിച്ചെടുത്ത് നമുക്കിതിൻ്റെ മണ്ടേ വിതറാൻ വേണ്ടിയുള്ള തൂളാക്കി എടുക്കാം. ഓക്കെ, ഇതേപോലെ 2 ലെയറാക്കി കട്ട് ചെയ്തെടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിത് 2 ലെയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ബാക്കിൽ വേണ്ട ഈ സാധനം ഇത് ഒക്കെ കട്ട് ചെയ്ത് നമുക്ക് കളറ് നമ്മുടെ അതേ കളറിൽ തന്നെ വേണമെങ്കിൽ വെക്കാവുന്നതാണ്. ഓക്കെ, നമുക്കിത് ഞാൻ 2 ലെയർ ആക്കിയിട്ടുള്ളൂ. ചെറിയ കേക്കായതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്ത് ഇനി ക്രീം വരട്ടാൻ വേണ്ടി റെഡിയാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പം ഒരു ബൗള് വിപ്പിംഗ് ക്രീം അര പാക്കറ്റ് വിപ്പിംഗ് ക്രീം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നൈസായിട്ട് നല്ല ഫ്രീസായിട്ട് ഇരുന്നാണ്. നമുക്കൊന്ന് മെൽറ്റാക്കി നല്ല അടിച്ചെടുക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വിപ്പിംഗ് ക്രീം റെഡി ആയിട്ടുണ്ട്. നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്. ഇപ്പോൾ നമുക്കിത് നമ്മുടെ കേക്കിൽ പുരട്ടി ഇതാക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിതിലേക്ക് ക്രീം എടുത്ത് പുരട്ടി കൊടുക്കാം. ക്രീം ഇങ്ങനെ വെച്ച് ഇത്ര മതിയോ? നമുക്കതൊന്ന് ഇതിൽ വടിച്ചെടുക്കാം. നൈസായിട്ട് ക്രീം പിന്നെ തൂത്തു. പിന്നെ മറ്റേ കേക്ക് തേക്കുന്ന ക്രീം തേക്കുന്ന കത്തിയൊക്കെ ഉണ്ട്. അല്ലാതൊന്നും ഇല്ല. നമ്മളിപ്പോൾ ഒരു കട്ട്ലറി നൈഫ് യൂസ് ചെയ്താണ് ഇത് ചെയ്യുന്നത്. നൈസായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാമെന്നേ ഉള്ളൂ. ഒരു ലെയർ ക്രീം ഇതിൽ നല്ല നൈസായിട്ട് പരട്ടി കൊടുക്കും. അത് നമുക്ക് മറ്റേ കേക്കിൻ്റെ മണ്ട വെച്ച് സെറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നൈസായിട്ട് തൂത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മറ്റേ കേക്ക് എടുത്തിൻ്റെ മണ്ട വെക്കാം. ഓക്കെ, നമ്മുടെ അടുത്ത ലെയർ നമ്മൾ 2 ലെയറാണ് ആക്കിയത്. വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇതിന് വേണ്ടി നമുക്ക് ക്രീം സെറ്റ് ചെയ്ത് റൗണ്ടിൽ ക്രീം അടിച്ച് വെക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ കേക്ക് റെഡ് വെൽവെറ്റ് റെഡി ആയിരിക്കുന്നു. എല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഈ ലോക്ക്ഡൗൺ കാലമൊക്കെ അല്ലേ, കേക്ക് തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ തന്നെ നൈസായിട്ട് ചെയ്തെടുക്കാം. പിന്നെ കളറ് വേണമെങ്കിൽ നമുക്ക് ചേർക്കാം. കളറിൻ്റെ ഇത് യൂസേബിൾ കളറാണെന്ന് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അതെല്ലാം റെഡ് വെൽവെറ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു കളർ വേണമല്ലോ, അപ്പോൾ അതിനാണ് ഇത്രയും ഡാർക്കായിട്ട് കളർ ചെയ്തേക്കുന്നത്. എനിവേ, ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.